അതെ, ഈ 2026 ആയല്ലോ. ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ളവരുണ്ടാകാം, തിരിച്ചു തരാത്തവരുണ്ടാകാം, ഒരുപാട് പണം സഹായിക്കാനായിട്ട് കൊടുത്തിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടാകാം. നിങ്ങൾ കരുതി വെച്ചിരുന്ന, നിങ്ങളുടെ ആവശ്യത്തിന് കരുതി വെച്ചിരുന്ന പൈസ എടുത്ത് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവർ ചോദിക്കുമ്പോൾ കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ അത് കിട്ടാതെ പോയ സന്ദർഭങ്ങളുണ്ടാവാം. അപ്പോൾ ഈ 2026 ആകുമ്പോഴെങ്കിലും പൈസ കടം കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. കടം ചോദിക്കുന്നവരോട് പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടേ. നമ്മളൊക്കെ കാശ് ഉണ്ടാക്കുന്നതും നമ്മൾ അഥവാ ഇനി സേവ് ചെയ്യുന്നതും നമ്മളൊരു ആവശ്യത്തിന് മാറ്റി വയ്ക്കുന്നതും നമ്മളുടെ പല അത്യാവശ്യങ്ങൾക്കും വേണ്ടിയായിരിക്കും അല്ലേ. അതിൽ നിന്നായിരിക്കും നമ്മൾ സഹതാപം തോന്നി എടുത്തു കൊടുക്കുന്നത്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കടം ചോദിച്ചു വരുന്നവരടുത്ത് ധൈര്യപൂർവ്വം നിങ്ങൾ പറയുക, ഇപ്പോൾ ഞാൻ സാമ്പത്തികമായി കുറച്ച് വിഷമത്തിലാണ്, പിന്നീട് ഒരിക്കൽ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ തരില്ല എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഈ സമയത്ത് എനിക്കത് സാധ്യമല്ല. കടം മേടിച്ചുകൊണ്ട് പോയിട്ട് തരാത്തവർ വീണ്ടും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുക, പഴയതൊന്നും എനിക്കിതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പുതിയത് നൽകാനും സാധ്യമല്ല. നിങ്ങൾക്ക് ഒരു കാരണവശാലും പൈസ തിരിച്ചു തരത്തില്ല എന്ന് ഉറപ്പുള്ളവരടുത്ത് നോ തന്നെ പറയുക. നമുക്ക് കുറച്ചും കൂടെ വാല്യൂ നമ്മൾ കൊടുക്കുന്നേ. വെറുതെ കണ്ണിക്കണ്ണെടുത്ത് പോയി സഹതാപം കാണിക്കാതെ.